നമസ്കാരം. PVN എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി വിജയിക്കും എന്നാണ്. പ്രധാനമായും 3 പാർട്ടികളാണ് മത്സരിക്കുന്നത്: കോൺഗ്രസ്, BJP, LDF. അതിൽ ഒന്നാമത്തെ സാധ്യതയുള്ള ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF തന്നെയാണ്. LDF എന്തുകൊണ്ടാണ് വിജയിക്കാനുള്ള സാധ്യത നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കാണ് കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരുപാട് നല്ല പ്രവർത്തകരും നല്ല സാമ്പത്തികമായ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. 10 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്രമാണ്. അതുകൊണ്ട് അവരുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളെല്ലാം എണ്ണയെട്ടയന്ത്രം പോലെ പ്രവർത്തിക്കുന്നതും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തന രീതികൾ നടക്കുന്നതൊക്കെയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ സാധ്യത LDF തന്നെയാണ്. രണ്ടാമത്തെ അവിടെയുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ്. കേരളത്തിലെ റോഡുകളെല്ലാം ഒരുവിധം നല്ലതാണ്. അതുപോലെ അവർ ഒരുപാട് പെൻഷൻ പദ്ധതികൾ നടപ്പാക്കി, വികസന പ്രവർത്തനങ്ങളെല്ലാം നടപ്പാക്കി. പിന്നെ അങ്ങനെ ഇതിനു മുമ്പുള്ള 10 വർഷത്തെ അപേക്ഷിച്ച് കേരളത്തിൽ ഒരുപാട് വികസന പ്രവർത്തനം നടത്തിയെന്ന ആളുകൾക്ക് ഒരു തോന്നലുണ്ട്. പിന്നെ ഒരുപാട് സമരങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ കേരളത്തിലില്ല. ആളുകളെല്ലാം സ്വസ്ഥമായിട്ടാണ് ജീവിക്കുന്നത്. ലോഡ് ഷെഡിംഗ് ഇല്ല. അങ്ങനെയുള്ള പിന്നെ മദ്യ ഷാപ്പുകൾ ധാരാളം തുറന്നിട്ടുണ്ട്, ബാറുകൾ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം അടിക്കുന്നവർക്കെല്ലാം വളരെ ഹാപ്പി ആയിട്ട് വെള്ളം സ്മോൾ അടിക്കാനുള്ള സാധ്യതകളുണ്ട്. അവർക്ക് രാത്രി 12 മണി വരെ ഇപ്പോൾ ആക്കുമെന്ന് പറയുന്നു. അങ്ങനെയുള്ള പിന്നെ മദ്യത്തിന്റെ ദോഷങ്ങളെ കുറിച്ച് അവർ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഇഷ്ടംപോലെ മയക്കുമരുന്ന് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് യുവാക്കൾക്കും വളരെ താല്പര്യമാണ് LDF ഭരണത്തില്. അതുകൊണ്ട് LDF ആണ് വിജയിക്കാൻ ഒന്നാമത്തെ സാധ്യതകളുള്ളത്. പിന്നെ അവർക്ക് പരാജയപ്പെടാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷമായുള്ള ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഒരു വിധത്തിലുണ്ട്. അതുകൊണ്ട് പിണറായി വിജയന് ശേഷം ഇനിയും LDF തുടരുമോ? അപ്പോൾ LDFകാർക്ക് തന്നെ ഒരു ഡിസാറ്റിസ്ഫൈഡ് ആണ്. എന്നും ഭരണത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ LDF നാമാവശേഷമായി പോകുമോ എന്ന ഒരു ആളുകൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരങ്ങൾ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ LDF പരാജയപ്പെടാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ വിജയിക്കാനുള്ള സാധ്യത കോൺഗ്രസിനാണ്. കോൺഗ്രസിന് വിജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ഈ 10 വർഷം ആളുകൾ ഒരേ പാർട്ടി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്നതുകൊണ്ട് മാറി ചിന്തിക്കാമെന്ന് ആളുകൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു സാധ്യതയുണ്ട്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടന്ന ഇലക്ഷനുകളിലെല്ലാം കോൺഗ്രസ് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവർക്കാണ് കൂടുതൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധിച്ചതും. കൂടുതൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊക്കെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് ഇത്തവണ വളരെ ഒരു ശുഭപ്രതീക്ഷയുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും അവർക്ക് പരസ്പരം തമ്മിലുള്ള തമ്മിത്തല്ലും, അതുപോലെ ഏത് നേതാവ് അടുത്ത മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു ക്ലാരിറ്റിയും, അതുപോലെ അടുത്ത ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ആയിരിക്കും കോൺഗ്രസിനെ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള ഒരു പ്രചരണവും, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിം ലീഗ് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റു മതസ്ഥർക്കും അതുപോലെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടായി തീരുമെന്നും, ആനുകൂല്യങ്ങളെല്ലാം മുസ്ലിങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെട്ടു പോകുമെന്നുള്ള ഒരു ആശങ്ക മറ്റു മതവിഭാഗത്തിലുള്ള ആളുകൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ചെറിയൊരു അവരുടെ പ്രതിച്ഛായയ്ക്ക് ഒരു മങ്ങലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് ജയിക്കാൻ ചിലപ്പോൾ സാധിക്കുന്നു വരില്ല. പിന്നീട് അഴിമതി ആരോപണമാണ്. കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാൽ അഴിമതി ഒരുപാട് നായി നടക്കുമെന്നുള്ള ഒരു ചിന്താഗതി ആളുകൾക്ക് ഉണ്ട്. പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന യുവാക്കളെല്ലാം ഒരുവിധം കേരളത്തിന് വെളിയിലേക്ക് പോയി. അവർ വെളിയിലാണ് ജോലി ചെയ്യുന്നത്. അവരിലെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് കേരളത്തിൽ തിരിച്ചു വരാനുള്ള സാധ്യതയില്ല. പിന്നീട് BJPയുടെ വോട്ടുകൾ ഒരു കാരണവശാലും കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയില്ല. കാരണം അവരുടെ മുദ്രാവാക്യം തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. ഇങ്ങനെ ഒരു മുദ്രാവാക്യം വെച്ച് പുലർത്തുന്ന BJP ഒരിക്കലും കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. അവർക്ക് ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിലെല്ലാം LDFനാണ് വോട്ട് ചെയ്യാൻ സാധ്യത. അതുകൊണ്ട് അങ്ങനെ BJPയുടെ വോട്ട് കൂടി LDFന് ലഭിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മൂന്നാമതായി BJP ആണ്. BJP ജയിക്കുകയും ഭരണം ഭരിക്കുകയൊന്നും ചെയ്യത്തില്ല. ഒരു സീറ്റ് കിട്ടിയാലായി, 1-2 സീറ്റ് മാക്സിമം. 2 സീറ്റ് കിട്ടാൻ സാധ്യതയില്ല, ഒരു സീറ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അവർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് ഈ നിയമസഭ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരുവിധം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് ഇന്ന് BJP ആണ്. അതുപോലെ പാലക്കാട് നഗരസഭയിലും BJPക്ക് നല്ലൊരു ഭൂരിപക്ഷം ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയെല്ലാം ഉള്ള കാരണം BJPക്ക് ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു മുസ്ലിം വിരുദ്ധ വികാരവും അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ BJPക്ക് കുറച്ച് വോട്ടുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്. എങ്കിൽ പോലും അവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. ഒരു സീറ്റ് പോലും നേടാൻ സാധ്യതയുണ്ട്. പിന്നെ പക്ഷേ ഒരു കാര്യം തീരുമാനം, അവരുടെ വോട്ട് ആർക്ക് കൊടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും കേരളത്തിൽ ഭരിക്കുന്നത്. അവരുടെ വോട്ട് കോൺഗ്രസിനാണ് കൊടുക്കുന്നതെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. അതേസമയം അവരുടെ വോട്ട് LDFനാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും LDF തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്.
ഇങ്ങനെയാണ് കേരളത്തിലെ അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. താങ്ക് യു.